ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സത്യം. എത്ര തവണ നമ്മുടെ ഡയറക്ടർ അർജുനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ആരെ മ്യൂസിക്, ഇത് ആരെ, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന്. ഒരുപാട് സന്തോഷം അശ്വതി. എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ അർജുൻ ചേട്ടനോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. സ്വന്തം മ്യൂസിക് ഇട്ടപ്പോ കയറി വന്നത് അല്ല, അതൊരു രാശിയാണ്. കാരണം നമ്മളൊരു മ്യൂസിക് ചെയ്തൊരു ഷോ 100 എപ്പിസോഡ് കഴിഞ്ഞ് 125 എപ്പിസോഡ് വരെ സ്റ്റാറായിട്ട് നിന്ന് പോവുകയാണ്. അത് എനിക്ക് തോന്നുന്നു ആ മ്യൂസിക്കിന്റെ ഒരു ഐശ്വര്യമുണ്ട്. തീർച്ചയായും. അശ്വതി എവിടെയാണ് സ്ഥലം? അശ്വതി മറ്റെന്താണ് ചെയ്യുന്നത്? എന്താണ് മ്യൂസിക്കിന്റെ ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? എൻ്റെ നാട് ചെറുകുന്ന്, കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. കല്യാണം കഴിച്ചിരിക്കുന്നത് പയ്യന്നൂര് ഒളവറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഹസ്ബൻഡിന്റെ പേര് നിതിൻ. ഞാനിപ്പോ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ PG മ്യൂസിക് കഴിഞ്ഞാണ്. പക്ഷെ എനിക്ക് കമ്പോസിങ്ങിനോട് ചെറുപ്പം ഒരു 8ാം ക്ലാസ് മുതലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിനോട് ഇങ്ങനെ കമ്പോസ് ചെയ്യണം, എഴുതണം എന്നുള്ള ഒരു മൈൻഡ് കൊണ്ട് കൂടുതലും അതിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് എങ്ങനെയാണ് വന്ന് ചേർന്നത്? ഞാൻ ഫ്ലവേഴ്സിൽ ഫസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രശാന്ത് ചേട്ടൻ ഡയറക്ഷൻ ചെയ്ത അമ്മയും കുഞ്ഞെന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ സോങ് ആണ്. അത് കഴിഞ്ഞ് സൂസുവിന്റെ ചെയ്തു. അതിനു മുമ്പേ ടോപ്പ് സിംഗറിന്റെ ടൈറ്റിൽ സോങ് ചെയ്തു. സൂസുവിന്റെ ഒരു പ്രൊമോ സോങ് ചെയ്തു. അതിനുശേഷം ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ ആന്തം സോങ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോ ഐറ്റം വേറെ. അടിപൊളി. അപ്പഴേ ഇപ്പൊ ഇതിന്റെ അകത്ത് കൊളുത്തി നിൽക്കുന്ന ഒരു വേർഡുണ്ട് എൻഡിൽ പറയുന്ന, ഇത് ഐറ്റം വേറെ, അത് വേറെ ടോണിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ. അതാരാ പറഞ്ഞേക്കുന്നത്? അത് നമ്മുടെ വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞൊരു സിംഗറാണ് പാടിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, മ്യൂസിക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ ബാക്കിംഗ് പ്രോഗ്രാമിംഗ് ചെയ്തേക്കുന്നതും ഭയങ്കര ഡിഫറെന്റിലാണ്. അപ്പൊ അത് ചെയ്തേക്കുന്ന കൊല്ലത്തുള്ള അഭിഷായ് യോവാസ് എന്ന് പറഞ്ഞൊരു. അശ്വതിയുടെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞു നിതിലിന് നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? ഗ്രാഫിക്സ്. നമ്മുടെ ഈ ടൈറ്റിൽ സോങ്ങിന്റെ ഗ്രാഫിക്സ് ഫുള്ള് ചെയ്തിരിക്കുന്നത് അശ്വതിയുടെ ഹസ്ബൻഡ് നിതിലാണ്. നിതിലിന് നല്ലൊരു ഗൈഡ് കൊടുക്കാൻ ആൾ വന്നിട്ടുണ്ടോ? എന്നാ വിളിക്കേ പ്ലീസ്. നിതിൽ. നിങ്ങളുടെ ഇങ്ങനെ ഒരു ഫാമിലി പരിപാടി ഇതിന് ബാക്കിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് എന്നിപ്പോ കയറാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ. ഇതിൽ ഇവിടെ നമ്മളുടെ ഫുൾ ടൈം ഉള്ള ഒരാളാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു കണക്ഷൻസ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. വൈഫിന് ഇങ്ങനെ വീട്ടിൽ പാട്ട് പാടി തരാറുണ്ടോ? അതോ ആളുടെ ഒരു ഹോബിയാണ് ഇത്. ആൾ ചുമ്മാ ഇരിക്കുമ്പോ പാട്ട് എഴുതുക, കമ്പോസ് ചെയ്യുക, പാട്ട് എഴുതുക, കമ്പോസ്. ഇതിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത്? ലിറിക്സ് എഴുതിയതും ആൾ തന്നെയാണ്. സ്വന്തമായിട്ട് ലിറിക്സ് എഴുതുക, കമ്പോസ് ചെയ്യുക, പാടുക, അതും കൂടി പാടുക. അപ്പൊ ഒന്നും പാടണമല്ലോ. അപ്പൊ ഒരു 4 വരി പാട്ട്. അപ്പൊ ഒരു 4 വരി പാട്ട് നമുക്ക് വേണ്ടിട്ട്. ഊഞ്ചൽ ആടിനാൾ കണ്ണൂഞ്ചൽ ആടിനാൾ പൊന്നൂഞ്ചൽ ആടിനാൾ ഭജനമാലേ മനമകിഴ്ത ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാം എൻ കൺമണി ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മധുമലർമടിത്തട്ടിലെ പൊന്മാനോ പാൽ കനവോ. ഗംഭീർ. എന്റെ പൊന്നശ്വതി, ഒന്നും പറയാനില്ല, അടിപൊളി. ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ 100ാമത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വേണം. അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഡയറക്ടർ ഇനി ഒന്നും പറയാൻ പാടില്ല. 200ാമത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ ഗംഭീര ഒരു പെർഫോമൻസ്, ഹസ്ബൻഡിന്റെ ഒരു സ്കിറ്റും. ഷാജോണെ, എന്തായാലും 100ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവരെ രണ്ടുപേരും വേദിയിൽ കിട്ടിയിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് അവരെ ഒരു മെമന്റോ കൊടുത്ത് നമ്മളിവിടെ ആദരിക്കുകയാണ്. അശ്വതി, എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് പ്രോഗ്രാംസിനും സിനിമയിലും ഒക്കെ അശ്വതിയുടെ സംഗീതം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.